നമസ്കാരം. ബംഗ്ലാദേശിൽ കലാപമുണ്ട്, അതെല്ലാവർക്കും അറിയാം. കലാപം ഉണ്ടാക്കുന്നത് ആരാണ് എന്ന ചോദ്യത്തിന് നമുക്കറിയാവുന്ന ചില ഉത്തരങ്ങളുണ്ട്. അവിടെ കലാപം നയിച്ചത് ബംഗ്ലാദേശിലെ വിദ്യാർത്ഥികളാണ്. കലാപം യഥാർത്ഥത്തിൽ ഉണ്ടായത് ആ നാട് ഭരിച്ചിരുന്ന അവാമി ലീഗിൻ്റെ നേതാവായ ഷെയ്ഖ് ഹസീനയുടെ ഭരണകൂടത്തിനെതിരായിട്ടാണ്. 15 കൊല്ലം അവർ തുടർച്ചയായിട്ട് ഭരിച്ചപ്പോൾ ഉണ്ടായ ജനവിരുദ്ധ വികാരമാണ് ഈ വിദ്യാർത്ഥി പ്രക്ഷോഭകർ മുതലെടുത്തത് എന്നാണ് പൊതുവെ നമ്മൾ കണ്ടത്. നടന്നത് വലിയ അക്രമമാണ്. നൂറുകണക്കിന് മനുഷ്യരെയാണ് കൊന്നത്. എത്രയോ പൊതുമുതലാണ് നശിപ്പിച്ചത്. എത്രയോ പേരാണ് ആ നാട് വിട്ട് ഓടിയത്. ഈ കലാപത്തിൻ്റെ പിന്നിൽ അമേരിക്കയ്ക്ക് കൈയുണ്ട് എന്ന് എല്ലാ മാധ്യമങ്ങളും ഒരുപോലെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അമേരിക്കയുടെ പണമുണ്ട്, അമേരിക്കയുടെ താല്പര്യങ്ങളുണ്ട്. മാത്രമല്ല, ബംഗ്ലാദേശ് ഏതാണ്ട് ചൈനയ്ക്ക് ചില സഹായങ്ങൾ, അവിടെ ഒരു തുറമുഖ നിർമ്മാണത്തിന് ഉൾപ്പെടെ ചൈനീസ് കേന്ദ്രം ബംഗ്ലാദേശ് കേന്ദ്രമായി വളർന്നു വരുന്നതിൻ്റെ ഒരു ആശങ്കയും അമേരിക്കയ്ക്കുണ്ട്. അതുകൊണ്ട് അമേരിക്ക നോബൽ സമ്മാനം കൊടുത്ത് പ്രസിദ്ധനാക്കി തീർത്ത മുഹമ്മദ് യൂനുസിനെ പ്രയോജനപ്പെടുത്തി അവിടുത്തെ പ്രതിപക്ഷത്തെ ഉപയോഗപ്പെടുത്തിയിട്ട് ആണ് ആ കലാപം നയിച്ചത് നമുക്കൊക്കെ അറിയാം. പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ വാർത്ത അങ്ങനെയാണെങ്കിൽ ആ കലാപം നയിച്ചത് ആരായിരിക്കണം? ആ കലാപം നയിച്ചത് തീർച്ചയായിട്ടും അവിടുത്തെ പ്രതിപക്ഷ കക്ഷിയായ ബംഗ്ലാ നാഷണലിസ്റ്റ് പാർട്ടി ആയിരിക്കണം. ആ കലാപത്തെ വലിയ തോതിൽ പിന്തുണച്ചത് ജമാഅത്തെ ഇസ്ലാമിയാണ്. ജമാഅത്തെ ഇസ്ലാമി ബംഗ്ലാദേശിൽ ആത്യന്തിക തീവ്രവാദ പാർട്ടിയാണ് ബംഗ്ലാദേശ് ജമാഅത്തെ ഇസ്ലാമി. അവർ ബംഗ്ലാദേശ് ഉണ്ടായ കാലം തൊട്ട് തന്നെ ആ ദേശത്തോടൊപ്പം നിന്നവരല്ല. ബംഗ്ലാദേശ് വിമോചന സമരത്തെ എതിർത്തവരാണ്. 1971 ബംഗ്ലാദേശിൽ വിമോചന സമരം നടക്കുമ്പോൾ അങ്ങനെ ഒരു സമരം ആവശ്യമില്ല, കലാപം ആവശ്യമില്ല, പാകിസ്ഥാൻ്റെ കൂടെ തന്നെ നിന്നാൽ മതി എന്ന് വാദിച്ചവരാണ്. അതുകൊണ്ട് തന്നെ അവരെ ദേശദ്രോഹികളെന്ന് ബംഗ്ലാദേശ് എന്നും വിലയിരുത്തിയവരാണ്. അവർക്കെതിരായി പലപ്പോഴും വിലക്ക്, തടവ്, വധശിക്ഷ ഒക്കെ വന്നതാണ്. ഇപ്പോൾ അവരെ കയറുപുരി വിട്ടിരിക്കുന്നു ഈ കലാപത്തിന് ശേഷമുള്ള ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ താൽക്കാലിക ഗവൺമെൻറ്റാണ്. തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല. അടുത്ത കൊല്ലം അവിടെ തെരഞ്ഞെടുപ്പ് നടക്കും. ജൂലൈയിൽ അടുത്ത 2026 ജൂലൈ മാസത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കും എന്ന് ഏതാണ്ട് മുഹമ്മദ് യൂനുസ് പ്രഖ്യാപിച്ചത് കണ്ടു. പക്ഷേ ഇതിനിടയിൽ കൗതുകം നിറഞ്ഞൊരു ചോദ്യം നമ്മുടെ ഉള്ളിലുണ്ട്. ആരാണ് അവിടെ കലാപം നടത്തുന്നത്? കലാപകാരികൾ അവിടുത്തെ ഹിന്ദു ന്യൂനപക്ഷങ്ങളെ ഉപദ്രവിച്ചത് നമ്മൾ കണ്ടതാണ്. പിന്നെ ജമാഅത്തെ ഇസ്ലാമിയും BNPയും ഒക്കെ തീർച്ചയായിട്ടും ഈ മുസ്ലിം മൗലികവാദികളുടെ പിന്തുണയോടുകൂടി പ്രവർത്തിക്കുന്നവരാണ്. അതുകൊണ്ട് ആ കലാപത്തിൽ ആരൊക്കെ പങ്കെടുത്തിരിക്കാം എന്ന ചോദ്യത്തിന് നമ്മുടെ മനസ്സിൽ ഉണ്ടായിരുന്ന ഉത്തരം മുസ്ലിം തീവ്രവാദ സംഘടനകൾ പങ്കെടുത്തിരിക്കാം എന്നൊക്കെയാണ്. പക്ഷേ ഏറ്റവും ഒടുവിൽ പുറത്തു വന്നൊരു വാർത്ത കൗതുകം നിറഞ്ഞതാണ്. പശ്ചിമ ബംഗാളിൽ വോട്ടവകാശമുള്ള ഒരു ചെറുപ്പക്കാരൻ ഒരേ സമയം ബംഗ്ലാദേശിലേക്ക് ഇടയ്ക്കിടെ സൗകര്യപൂർവ്വം പോയി വരികയും എന്നിട്ട് അദ്ദേഹത്തിന് അവിടെയും ഇവിടെയും രണ്ടുമുണ്ട്. അവിടെയും ഇവിടെയും സ്വത്തുണ്ട്, അവിടെയും ഇവിടെയും വോട്ടുമുണ്ട്. മാത്രമല്ല, അവിടുത്തെ കലാപത്തിൽ അദ്ദേഹം സൗകര്യപൂർവ്വം പങ്കെടുത്ത് നാട്ടിലേക്ക് പോന്നിട്ടുമുണ്ട്. കഴിഞ്ഞ ജൂലൈ ഓഗസ്റ്റ് മാസത്തിൽ 2024 ജൂലൈ ആഗസ്റ്റ് മാസത്തിൽ നടന്ന വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൻ്റെ മുന്നണിയിൽ നിന്ന് മാധ്യമങ്ങളിൽ മീഡിയയുടെ മുമ്പിൽ വീഡിയോ ക്ലിപ്പിംഗ്സിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരൻ അക്ഷരാർത്ഥത്തിൽ പശ്ചിമ ബംഗാളിലെ വോട്ടറാണ് എന്നതാണ്. അവൻ്റെ പേര് ന്യൂട്ടൻ ദാസ് എന്നാണ്. കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളൊക്കെ അത് കൊടുത്തിരുന്നു, ന്യൂട്ടൻ ദാസ്. ആ വാർത്ത പുറത്തു വന്നതിനെ തുടർന്ന് അത് ശരിയാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ന്യൂട്ടൻ ദാസ് എന്ന ചെറുപ്പക്കാരൻ തന്നെ രംഗത്ത് വന്നു. ന്യൂട്ടൻ ദാസ് പറഞ്ഞത്, അദ്ദേഹം എവിടുന്നാണ് പറഞ്ഞത്, ഈ വീഡിയോ എവിടുന്നാണ് ഷൂട്ട് ചെയ്തത് എന്ന് മാത്രം പറഞ്ഞിട്ടില്ല. ന്യൂട്ടൻ ദാസ് പറയുന്നത്, ശരിയാണ്, ഞാനവിടെ പോയിട്ടുണ്ട്, അതിന് കാരണമുണ്ട്, എനിക്ക് അവിടെയും ഇവിടെയും സ്വത്തുണ്ട്. അപ്പോഴാണ് നമ്മൾ ഈ വിഭജനത്തിൻ്റെ ഒരു ദുരന്തം ആലോചിക്കുക. വിഭജനകാലത്ത് തീർച്ചയായിട്ടും ഹിന്ദുവായ ന്യൂട്ടൻ ദാസിൻ്റെ കുടുംബം ഹിന്ദുവായ ന്യൂട്ടൻ ദാസിൻ്റെ കുടുംബം ബംഗ്ലാദേശിൽ നിന്ന് ഇങ്ങോട്ട് ഓടി വന്നതായിരിക്കണം. അപ്പോൾ അതുകൊണ്ട് അവർ ഓടിപ്പോരുന്നതിന് മുമ്പ് ബംഗ്ലാദേശിൽ അവർക്ക് സ്വത്തുക്കളുണ്ട്. പക്ഷേ ബംഗ്ലാദേശും ഇന്ത്യയും തമ്മിലുള്ള ധാരണ പ്രകാരം ഇത് പാകിസ്ഥാനുമായിട്ടുണ്ടായ അവസ്ഥയല്ല. പാകിസ്ഥാനുമായിട്ട് 47 വിഭജനം നടന്നപ്പോൾ, അഭയാർത്ഥി പ്രവാഹങ്ങൾ ഉണ്ടായപ്പോൾ എത്രയോ ഹിന്ദുക്കളും സിഖുകാരും പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഓടി വന്നപ്പോൾ അവർക്ക് അവിടെ ഉണ്ടായിരുന്ന സ്വത്തുക്കളൊക്കെ നഷ്ടപ്പെട്ടു, സർക്കാർ ഏറ്റെടുത്തു. ഇവിടെ നിന്ന് മുസ്ലിങ്ങൾ പാകിസ്ഥാനിലേക്ക് ഓടിപ്പോയപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന സ്വത്ത് അവർക്ക് നഷ്ടപ്പെടുകയും ചെയ്തു. പക്ഷേ 1971 ബംഗ്ലാദേശ് വിമോചനത്തോടെ അതല്ല. ബംഗ്ലാദേശ് വിമോചനം ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ സാഹോദര്യം ഉണ്ടാക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ബംഗ്ലാദേശിലെ സ്വത്തുക്കളൊക്കെ തന്നെ ഇന്ത്യക്കാർക്ക് നഷ്ടപ്പെട്ടില്ല, ഇന്ത്യയിലെ സ്വത്തുക്കളൊന്നും ബംഗ്ലാദേശികൾക്ക് നഷ്ടപ്പെട്ടില്ല. അതൊക്കെ സൗകര്യപൂർവ്വം വിറ്റഴിക്കാനുള്ള സാവകാശം എല്ലാവർക്കും കിട്ടിയിരുന്നു. അങ്ങനെയാണ് ഈ ന്യൂട്ടൻ ദാസിൻ്റെ കുടുംബത്തിന് ബംഗ്ലാദേശിൽ സ്വത്തുണ്ട്. ഞാൻ ഇടയ്ക്ക് അവിടെ പോകാറുണ്ട്.
ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ ഒരാൾ വെളിപ്പെടുത്തിയിരിക്കുന്നു കഴിഞ്ഞ ദിവസം. തപൻ ദാസ് എന്നാണ്, അവൻ്റെ കസിനാണ്, ഈ ന്യൂട്ടൻ ദാസിൻ്റെ കസിനാണ് തപൻ ദാസ്. അദ്ദേഹം ഇപ്പോഴും പശ്ചിമ ബംഗാളിലെ വോട്ടറാണ്, പശ്ചിമ ബംഗാളിലെ സ്ഥിരതാമസക്കാരൻ. അദ്ദേഹം പറഞ്ഞത് ഇടയ്ക്ക് ഇവൻ ഇവിടെ വരാറുണ്ട്, ഏറ്റവും ഒടുവിൽ കോവിഡ് കഴിഞ്ഞപ്പോൾ ഇവിടെ ഒന്ന് വന്നു പോയതാണ്, ഇവിടെ വന്നിരുന്നത് ഇവിടുത്തെ സ്വത്ത് വിൽക്കാനാണ്. അപ്പോൾ ഇത് ഒരു യാഥാർത്ഥ്യമാണ്, നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം അതാണ് തീർച്ചയായിട്ടും. ഈ മാത്രമല്ല ഇദ്ദേഹം ഉറപ്പുവരുത്തി, തപൻ ദാസും പറയുന്നു അവൻ ഇവിടെയും വോട്ടുണ്ട്. ഇവിടുത്തെ വോട്ടിൻ്റെ ഒരു പ്രത്യേകത 2014 മുതൽ വോട്ടറാണ് ഇവന് വോട്ടവകാശം വരുന്ന പ്രായപൂർത്തിയാകുന്ന 2014 മുതൽ ഇവന് വോട്ടവകാശമുണ്ട്. എങ്ങനെയോ 2017 ഇവൻ്റെ വോട്ടർ കാർഡ് നഷ്ടപ്പെട്ടു. പക്ഷേ 2018 ഇവന് പുതിയ വോട്ടർ കാർഡ് വാങ്ങിക്കൊടുത്തത് അവിടുത്തെ MLA ആണ്, ഇപ്പോഴത്തെ MLA മന്ദുറാം പക്കീറ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. TMCയുടെ, ഓർക്കണം, ബംഗാളിലെ ഭരണകക്ഷിയായ തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാവും MLAയുമാണ് മന്ദുറാം പക്കീറ. മന്ദുറാം പക്കീറ മുൻകൈ എടുത്ത് ഇവന് വോട്ടുണ്ടാക്കി കൊടുത്തു. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് TMCക്ക് കിട്ടുന്ന വോട്ടുമായിരിക്കണം. ഇതാണ് ചിത്രം. അതുകൊണ്ട് ഈ 2016 പക്കീറയാണ് വോട്ടുണ്ടാക്കി കൊടുത്തത് 2016 പക്കീറക്ക്. 2016 നടന്ന തെരഞ്ഞെടുപ്പിൽ പക്കീറക്ക് ഇവൻ വോട്ടും ചെയ്തിട്ടുണ്ട്. ഇത് ഇപ്പോൾ ഈ ന്യൂട്ടൻ ദാസിൻ്റെ ബന്ധു തപൻ ദാസ് വെളിപ്പെടുത്തുകയാണ്. ഇതാണ് ചിത്രം. ഈ ചിത്രത്തിൽ നമ്മൾ ഓർക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. അത് ചെറിയ കാര്യമല്ല. ഒന്ന്, വിഭജനക്കാലത്ത് ഉണ്ടായിട്ടുള്ള ദുരന്തങ്ങൾ ഇപ്പോഴും അനുഭവിക്കുന്നു എന്നതാണ്. വേറൊന്ന്, ബംഗ്ലാദേശിൽ നിന്ന് ഇപ്പോഴും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ 2 രാജ്യത്തും പൗരത്വം നിലനിർത്താൻ, 2 രാജ്യത്തെയും വോട്ടർ കാർഡിൽ വോട്ട് നിലനിർത്താൻ ഒരു ന്യൂട്ടൻ ദാസിൻ്റെ കേസേ പുറത്തു വന്നുള്ളൂ. എത്ര പേര് ഇങ്ങനെ ഉണ്ടാകും? മാത്രമല്ല അതിർത്തിയിൽ വലിയ നിബന്ധനയൊന്നുമില്ല, ആർക്കും കടന്നു വരാം. ഈ പ്രത്യേകത, ഈ മണ്ഡലത്തിൻ്റെ പ്രത്യേകത, ഇപ്പോൾ ഇവൻ വോട്ട് ചെയ്ത മണ്ഡലം എന്ന് പറഞ്ഞാൽ മന്ദുറാം പക്കീറയുടെ മണ്ഡലമാണ്. മന്ദുറാം പക്കീറയുടെ മണ്ഡലം എന്ന് പറയുന്നത് കക്ദീബാണ്. കക്ദീബ് ബംഗ്ലാദേശും ഇന്ത്യയും തമ്മിലുള്ള അതിർത്തിയോട് ചേർന്ന ഒരു മണ്ഡലമാണ് കക്ദീബ്. കക്ദീബ് മണ്ഡലത്തിലെ വോട്ടറാണ് ന്യൂട്ടൻ. കക്ദീബ് മണ്ഡലത്തിലെ MLA ആണ് മന്ദുറാം. അപ്പോൾ ഈ കക്ദീബ് മണ്ഡലത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ബംഗ്ലാദേശിൻ്റെയും ഇന്ത്യയുടെയും അതിർത്തി ഈ മനോഹരമായ പേരിലുള്ള സുന്ദർബൻ എന്ന് പറയും. സുന്ദർബൻ എന്ന് പറയുന്നത് സുന്ദരവനം എന്നാണ് ഇതിൻ്റെ അർത്ഥം. സുന്ദർബൻ എന്ന് പറയുന്ന ഒരു ഡെൽറ്റ പ്രദേശമാണ്. ഒരു ഡെൽറ്റ പ്രദേശം എന്ന് പറഞ്ഞാൽ ഒരു ചെളിപ്രദേശമാണ്, അല്ലെങ്കിൽ ആ ചെളിപ്രദേശത്ത് മുഴുവൻ കണ്ടൽ വനങ്ങളാണ്. സുന്ദരി എന്ന പേരിൽ അവിടുത്തെ ഒരു കണ്ടൽ വൃക്ഷമുണ്ട് അത്ര, അതിമനോഹരമാണ്, കാണാൻ ഭംഗിയുള്ള, ഇടയ്ക്ക് അതിൻ്റെ ചിത്രങ്ങളൊക്കെ കാണാറുണ്ട്. സുന്ദരി എന്ന പേരുള്ള കണ്ടൽ വനങ്ങൾ കൊണ്ട് നിറഞ്ഞ ഒരു പ്രദേശമായതുകൊണ്ടാണ് സുന്ദർബൻസ് എന്ന് പേര് വന്നത്. സുന്ദർബൻ എന്ന് പറഞ്ഞാൽ സുന്ദര വനങ്ങൾ എന്നാണ്. സുന്ദർബൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെയും ബംഗ്ലാദേശിൻ്റെയും അതിർത്തിയാണ്. വിശാലമായ ഡെൽറ്റ പ്രദേശമാണ്. അതിനോട് ചേർന്ന ഒരു മണ്ഡലമാണ് ഈ കക്ദീബിൻ്റെ വോട്ടർമാർ. അതുകൊണ്ട് തന്നെ കക്ദീബിലെ വോട്ടർമാർക്ക് ബംഗ്ലാദേശിൽ വോട്ടുണ്ടോ, ബംഗ്ലാദേശിൽ എത്രയോ പേർക്ക് ഇവിടെ വോട്ടുണ്ടോ, ഇതൊക്കെ സങ്കീർണമായൊരു പ്രശ്നം തന്നെയാണ്. ഇനി നമ്മുടെ പുതിയ പൗരത്വ നിയമപ്രകാരം ഇവനെ എന്ത് ചെയ്യണമെന്ന പ്രശ്നമുണ്ട്. ആലോചിച്ച് നോക്കൂ. ഈ ന്യൂട്ടൻ ദാസ് തീർച്ചയായിട്ടും മുസ്ലിം അല്ല, ബംഗ്ലാദേശിൽ നിന്ന് വന്ന അഭയാർത്ഥിയുമല്ല, ഇന്ത്യക്കാരനുമാണ്, ബംഗാളിയുമാണ്, സങ്കീർണമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ബംഗ്ലാദേശിൽ നിന്ന് വന്ന അഭയാർത്ഥിയാണ്, അവൻ ഹിന്ദു ആണെങ്കിൽ ഇവിടെ അവന് പൗരത്വം കൊടുക്കുന്നതിന് എതിരുമില്ലല്ലോ. നമ്മുടെ പൗരത്വ നിയമം പ്രകാരം പോലും അവൻ സംരക്ഷിക്കപ്പെടും. ഇത്തരത്തിലുള്ള സങ്കീർണമായൊരു പ്രശ്നത്തിലേക്ക്, പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യ ബംഗ്ലാദേശ് പ്രശ്നത്തിൻ്റെ കാതലായി വർത്തിക്കുന്ന ഈ അതിർത്തി പ്രശ്നങ്ങൾ, വിഭജനത്തിൻ്റെ പ്രശ്നങ്ങൾ, അഭയാർത്ഥി പ്രശ്നങ്ങൾ ഗൗരവമായി ശ്രദ്ധിക്കാൻ ഒരു കാര്യം തീർച്ചയായിട്ടും ബംഗ്ലാദേശിൽ കലാപം ഉണ്ടാക്കിയതിൽ നമ്മുടെ നാട്ടിൽ നിന്ന് പോയ ഹിന്ദു സഹോദരന്മാരും പങ്കെടുത്തിട്ടുണ്ട് എന്നുകൂടിയാണ് അതിനർത്ഥം. അവർക്ക് TMCയിൽ അംഗത്വമുണ്ടോ എന്നത്, അവർക്ക് TMCയിൽ അംഗത്വം ഉണ്ടായിരുന്നു, അവരിൽ പലരും TMCയിൽ പോലും അംഗത്വം ഉണ്ടായിരുന്നു എന്ന് വേണം കാണാൻ. ഇത് ബംഗ്ലാദേശ് പശ്ചിമ ബംഗാൾ ഭരിക്കുന്ന മമതാ ബാനർജിക്കെതിരായിട്ട് ഒരു വലിയ രാഷ്ട്രീയ ആരോപണമായിട്ട് ഉപയോഗിക്കാൻ ബംഗാളിലെ BJP ശ്രമിക്കുന്നുണ്ട്, തീർച്ചയായിട്ടും ശ്രമിക്കുമല്ലോ. സുവേന്ദു അധികാരിയാണ് അവിടുത്തെ പ്രതിപക്ഷ നേതാവ്. അദ്ദേഹം പറഞ്ഞു, ഇത്തരത്തിൽ ലക്ഷക്കണക്കിന് ബംഗ്ലാദേശികൾ ബംഗാളിലെ വോട്ടർമാരാണ്. ഇദ്ദേഹത്തിന് എന്തായിരുന്നു പണിയാവോ? ലക്ഷക്കണക്കിനൊക്കെ ഉണ്ടെങ്കിൽ അത് കണ്ടെത്തി പറഞ്ഞു കൊടുക്കേണ്ടത് ആരുടെ പണിയായിരുന്നു? ഒരാൾ എങ്ങനെയോ അബദ്ധത്തിൽ മീഡിയയുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അത് വാർത്തയാകുമ്പോൾ മാത്രമാണോ ഇവരൊക്കെ പ്രതിപക്ഷ നേതാവിൻ്റെ ജോലി ചെയ്യേണ്ടത് എന്നത് ഒരു കാര്യം. സുഗാന്ത മജുംദാറാണ് അവിടുത്തെ BJPയുടെ സ്റ്റേറ്റ് പ്രസിഡന്റ്. അവർ പറയുന്നത് ഇതാണ് ബംഗ്ലാ മോഡൽ എന്നാണ്. ഇതിനൊക്കെ തിരിച്ചടിക്കാൻ മമതാ ബാനർജിയുടെ പാർട്ടിക്ക് കഴിയുന്നുണ്ട്. മമതാ ബാനർജിയുടെ പാർട്ടിയുടെ നേതാവ് കുനാൽ ഘോഷ് പറയുന്നത്
ഈ രാജ്യത്തെ ജനങ്ങളുടെ പശ്ചിമ ബംഗാളിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം കാണും. എന്നാൽ ആ കൂട്ടത്തിൽ ആരൊക്കെ ഏതൊക്കെ കാലത്ത് ബംഗ്ലാദേശിൽ നുഴഞ്ഞു കയറി വന്നിട്ടുണ്ടോ എന്ന് നോക്കേണ്ടത് ഞങ്ങളുടെ പണിയല്ല. അത് ചെയ്യേണ്ടത് BSF ആണ്, ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ്, നമ്മുടെ അതിർത്തി രക്ഷാ സേന. അത് വളരെ സുരക്ഷിതമായി ആ പണി ചെയ്യുന്നുണ്ടല്ലോ. അതിർത്തിയിൽ നിന്ന് 50 കിലോമീറ്ററെങ്കിലും ഉള്ളോട്ട് കടന്നു വരുന്ന ആരെയും BSFന്റെ അധീനതയിലാണ് അതിർത്തി. അതുകൊണ്ട് അവരല്ലേ കാക്കേണ്ടത്, കേന്ദ്ര ഗവൺമെൻറ് അല്ലേ, BJP സർക്കാരല്ലേ അതിന് ഉത്തരവാദി എന്ന് തിരിച്ചടിച്ചാൽ നമ്മുടെ രാഷ്ട്രീയ തർക്കങ്ങൾ തീരും. അപ്പോഴും ബംഗാളിയുടെ സ്വത്വ പ്രശ്നങ്ങൾ, ബംഗ്ലാദേശും ഇന്ത്യയും തമ്മിലുള്ള അതിർത്തി പ്രശ്നങ്ങൾ, മനുഷ്യ സാഹോദര്യത്തിൻ്റെ പ്രശ്നങ്ങൾ തീരുമോ എന്ന ചോദ്യം വളരെ പ്രധാനമാണ്. ആ പ്രശ്നത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കാൻ ന്യൂട്ടൻ ദാസ് എന്ന വോട്ടർക്ക് കഴിഞ്ഞിരിക്കുന്നു. ന്യൂട്ടൻ ദാസ് ഒരുപക്ഷെ നമ്മുടെ ബംഗ്ലാദേശുകാരനായ നമ്മുടെ സുഹൃത്താവാം, അല്ലെങ്കിൽ അബദ്ധത്തിൽ നമ്മുടെ നാട്ടിലെ വോട്ടറായ ഒരു ഇന്ത്യക്കാരനാവാം. ആരാണ് എന്ന് തീരുമാനിക്കേണ്ടവർ അടിയന്തരമായി തീരുമാനിച്ചു കൊള്ളട്ടെ. ഒപ്പം കൊട്ടക്കണക്കിന് കണക്ക് പറഞ്ഞാൽ പോരാ, ഇന്ത്യയുടെ മണ്ണിൽ ബംഗ്ലാദേശികളായ വോട്ടർമാരുണ്ടോ? വോട്ടർമാർ മാത്രമല്ല, കേരളത്തിൻ്റെ മണ്ണിൽ പോലും ധാരാളമായി ജോലിക്ക് എത്തുന്ന ബംഗാളികൾ എന്ന് നമ്മൾ വിളിക്കുന്ന ആളുകളിൽ എത്ര പേർ ബംഗ്ലാദേശികളാണ്? അവരിൽ തന്നെ എത്ര പേർ ബംഗ്ലാദേശ് പൗരന്മാരാണ്? അല്ലെങ്കിൽ എത്ര പേർ പശ്ചിമ ബംഗാളിലെ വോട്ടർമാരാണ്, പൗരത്വമുള്ളവരാണ്? ഇതൊക്കെ അന്വേഷിക്കാനും കാണാനും നടപടിയെടുക്കാനും ഇത്തരം അപൂർവം വാർത്തകളെങ്കിലും പ്രേരകമാകട്ടെ. നന്ദി, നമസ്കാരം.